ഫ്രെയിമായിട്ട് അതിലുള്ളത്. ഇങ്ങോട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ഏത് പള്ളി ഇഷ്ടപ്പെടാതെ കമന്റ് അടിച്ചാൽ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയ പാട് വേറെ ലെവലിട്ടാ. പുറത്തേക്ക് പോകുമ്പോൾ അതിൻ്റെ ഇടയിൽ ഐസ്ക്രീം ആണെന്ന് പറഞ്ഞാൽ അപ്പോൾ വീണ്ടും ഐസ്ക്രീം വാങ്ങി നേരെ പുറത്തേക്കാണ്ട് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ പള്ളിൻ്റെ വ്യൂ നോക്കി. എന്താ ഇപ്പോൾ കഥ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ലെവല് സംഭവമാട്ടാ. ഇതൊക്കെ അബുദാബിയിൽ വന്നിട്ട് കണ്ടിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടത്തിലേക്ക് അടങ്ങൾ കൂടെ. അസുട്ടിന്റെ വിശക്ക് എന്ന് പറഞ്ഞ പാടത്ത് നമ്മൾ നേരെ വിട്ട് ഹോട്ടലിൽ കിട്ടാം. കുട്ടിക്ക് അത് കണ്ട് കോതി കൊടുക്കുമ്പോ കുട്ടിക്ക് ഇതിൽ ഓറഞ്ച് പിടിച്ച് വെച്ചത് നമുക്ക് നമ്മളെ ബേബി കൊടുക്കാം. അസുട്ടിനെ തള്ളു കേട്ടിരിക്കുമ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടോ. നല്ല സദ്യയായിരുന്നു, കുഴപ്പമില്ലാത്ത അടിപൊളി സംഭവം ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അസുട്ടിക്ക് ഫുഡ് എത്തില്ല. അവിടുന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ പോകാനുള്ളത് അബുദാബി ടൗണിൽ കേട്ടോ. അതിന്റെ ഇടയിൽ നമുക്കൊരു കോള് വന്നു. ഞങ്ങൾ അല്ലേന്ന് സാധനം പർച്ചേസ് ചെയ്തപ്പോൾ അവിടുന്ന് ഒരു കൂപ്പൺ കിട്ടിയിരുന്നു. കൂപ്പൺ കിട്ടിയപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പേര് കൊടുത്തത് ആയിരുന്നു 2ാം സ്ഥാനം കിട്ടിയെന്ന്. അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് കപ്പും സോസറും കിട്ടി. ഏത് പാത്ര സെറ്റ് കിട്ടിയെന്നാ ഇങ്ങോട്ട് പറഞ്ഞു. അവർ പറഞ്ഞു നേരെ ഇങ്ങോട്ട് പോയി നമ്മള് വരെ ഹോട്ടലുണ്ട്, ഹോട്ടലിൽ വന്നിട്ടുണ്ടെങ്കിൽ സാധനം കളക്ട് ചെയ്ത് പോയി. അങ്ങനെ അവര് പറഞ്ഞ സ്ഥിതിക്ക് അവർ ലൊക്കേഷൻ ഇട്ടെന്ന് പാടെ നേരെ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയതിന് ശേഷം അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പ്ലേറ്റും കാര്യങ്ങളും അവിടെ കുറച്ച് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് അടിപൊളി ഹോട്ടലാട്ടെ. ഈ ഹോട്ടലിലേക്കാണ് നമുക്ക് ക്ഷണം ഉണ്ടായിരുന്നത്. അവിടെ പോയി അവിടെ കുറെ ക്ലാസ് കഴിഞ്ഞ ശേഷം നമുക്ക് സാധനം കിട്ടി. ഏത് മൂട് പൊളി മൂടെ സാധനം കിട്ടിയിട്ട് ഒരു സന്തോഷം നോക്കി അസൂട്ടിക്ക് അത് പൊന്തില്ലെങ്കിൽ എനിക്ക് കിട്ടിയാന്ന് പറഞ്ഞിട്ട് അസൂട്ടി അത് കൊണ്ടുനടക്കുക. അതിൻ്റെ ഇടയിൽ അസർബാങ്ക് കൊടുത്തപ്പോൾ നേരെ പള്ളിയിൽ പോയിട്ട് അവിടുന്ന് നേരെ വിട്ട് എവിടുക്കുന്ന ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ പാലസ്ക്ക് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് പോണ കാഴ്ചകളൊക്കെ വേറെ ലെവല. പാലസിന്റെ കവാടം നോക്കി അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ പല പരിപാടികളുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് ഉള്ളിലേക്കാണ് കയറാൻ പറ്റി. ഇങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ 5 സ്റ്റാർ ഹോട്ടലാട്ടെ. ഇതൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കീഴാണ്ട് പോകും. അമ്മാതിരി സംഭവങ്ങൾ അതിനുള്ളിൽ കാട്ടി കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ അതിന് എൻട്രൻസിൽ കയറി അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നേരെ ഉള്ളിലേക്കാണ് കയറിയപ്പോഴുള്ള കഥകൾ നോക്കി. വല്ലാത്ത ജാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജാതി സംഭവം ജീവിതത്തിൽ കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത്. അമ്മാതിരി കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന്. ഇതൊക്കെ ഒരൊട്ട കാണുന്ന കാഴ്ചകൾ പഴയ ലോകത്തേക്ക് കൊണ്ടുപോകണം. അതേമാതിരി ഇപ്പോഴത്തെ ജനറേഷൻ ആൾക്കാർക്കും പറ്റിയ സംഭവം എല്ലാം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കാട്ടി കൂട്ടിയിരിക്കണം. വല്ലാത്ത ജാതി സംഭവം. ഇതിന്റെ പാർക്കിംഗ് തപ്പാൻ വേണ്ടി കുറെ റൊണ്ടപ്പോൾ തിരിഞ്ഞ് കളിച്ചതിന് ശേഷം നേരെ അടിയിൽ പാർക്കിംഗ് ആണ്. സെക്യൂരിറ്റി നേരെ അടിയിലേക്ക് പോയിട്ടാ. പിന്നെ അസുട്ടി പറഞ്ഞു ആ പോയ വണ്ടി റിട്ടേൺ വരുമെന്ന് വിചാരിച്ച അസുട്ടിന് പിന്നാലെ പോയിട്ട് പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ എന്താ സാധനം. 5 സ്റ്റാർ ഹോട്ടലിലാണ്. ഇജാതി വലിയ ഹോട്ടൽ നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടുകിടോന്ന് എനിക്കും അറിയത്തില്ല. കണ്ടോളി മക്കളെ. അതിൻ്റെ ഉള്ളിൽ ഓരോ സൈഡ് പോകുമ്പോൾ ഓരോ വർക്കുകളും. പിന്നെ അതേപോലെ ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. കുറെ ചില ഏരിയയിലൊക്കെ പഴയ മോഡലാണെങ്കിലും അധിക ഏരിയയിലും പുതിയ മോഡൽ ആക്കിയിട്ടുണ്ട്. അവർ ഹോട്ടൽ രൂപത്തിലും അതേപോലെ മ്യൂസിക്കും കേട്ടിട്ട് അതിനുള്ളിൽ കൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ. ബാക്കിലാണ് ബീച്ചും. ഇതൊന്ന് കണ്ടിട്ട് നിങ്ങൾ കണ്ടില്ല എന്നിട്ട് അബുദാബി വന്നിട്ട് ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പം നഷ്ടത്തിൽ വലിയൊരു നഷ്ടത്തെ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. എന്താ വെച്ചാൽ ആ പഴയ രൂപത്തിലുള്ള സ്റ്റെപ്പൊക്കെ നോക്കി എന്താ വർക്കിംഗ്